പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം പെട്ടെന്നായിരുന്നു നമ്മുടെ അളിയൻ്റെ മരണം. ഒരു വല്ലാത്ത ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് ചെത്താപ്പച്ച എന്ന സിനിമ നമ്മൾ വീഡിയോ കുത്തി ചെയ്തെങ്കിലും ഭയങ്കര ഹൈപ്പിലൊക്കെ നിൽക്കുന്ന ചിത്രമായിരുന്നു. കാണാമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് ആ ചിത്രം കാണാൻ പറ്റിയില്ല. പക്ഷെ പൊതുവെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അറിയുന്ന കാര്യം എന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയ നെഗറ്റീവായി മാറിയത് നമ്മൾ പോസിറ്റീവ് ആകും എന്ന് പ്രതീക്ഷിച്ച മമ്മൂട്ടിയുടെ കഥാപാത്രം തന്നെയാണ്. വാൾട്ടർ എന്ന് പറയുന്ന കഥാപാത്രം. എനിക്ക് തോന്നുന്നു ഈ ചിത്രത്തിന് ഇത്രമേൽ ഹൈപ്പ് ഉണ്ടാക്കിയത് വാൾട്ടർ എന്ന കഥാപാത്രമാണെങ്കിലും തിയേറ്ററിൽ വന്നപ്പം തികഞ്ഞ പരാജയമാകുന്ന ഒരു മമ്മൂട്ടിയാണ് നമുക്ക് കാണാൻ പറ്റിയത് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അപ്പം സോഷ്യൽ മീഡിയയിൽ പൊതുവെ പറയുന്നത് ഏറ്റവും കൂടുതൽ മോശപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് മമ്മൂട്ടിയുടെ കഥാപാത്രമാണ് എന്നാണ് അറിയുന്നത്. കാരണം മമ്മൂട്ടി ഇല്ലായിരുന്നുവെങ്കിൽ പുതിയ താരങ്ങൾ, ഈ നമ്മുടെ യുവാക്കളെല്ലാവരും കൂടെ ചേർന്ന് ഒരു വൺ ഹിറ്റിലേക്ക് ഈ ചിത്രം കൊണ്ടുപോയേനെ എന്ന് 100% ഉറപ്പ് പങ്കുവെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം മമ്മൂട്ടി വരുന്ന രംഗം തൊട്ട് ഇത് ഹൈപ്പ് താഴോട്ട് താന്നു. കാരണം നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല എന്നാണ്. 2 കാരണങ്ങളാകാം. ഒന്ന്, ഈ ചിത്രം വളരെ രസകരമായി മുന്നോട്ട് ഉയർന്ന് ഭയങ്കര ആക്ഷനുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പം അത് മമ്മൂട്ടിയെ കഥാപാത്രം വന്നതിന് ശേഷം പ്രതീക്ഷിച്ച ഹൈപ്പിനകത്ത് ഉയർന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം മമ്മൂട്ടി ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ആക്ഷൻ രംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ മമ്മൂട്ടിയുടെ ആ പവർ കിട്ടാൻ കഥാപാത്രത്തിന് കഴിഞ്ഞില്ല. അതുമല്ല, ഭയങ്കര ബിൽഡപ്പായിരുന്നു മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൽ. പക്ഷെ ആ ബിൽഡപ്പിനനുസരിച്ച് ആ കഥാപാത്രം വളരെയധികം മോശമാക്കി എന്നുള്ളതാണ് പൊതുവേ ഉള്ള അഭിപ്രായം. അപ്പം നിങ്ങൾ പടം കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം തുറന്നെഴുതുക. ഏതായാലും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് കാണുന്നത്. ബാക്കിയുള്ള രംഗങ്ങളെല്ലാം നോക്കുമ്പോൾ ചിത്രം വളരെയധികം മികച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. അതനുസരിച്ചുള്ള കളക്ഷൻ തന്നെ ഈ ചിത്രത്തിന് ഉണ്ടാകുന്നുമുണ്ട്. നമ്മൾ ഇന്നലെ ഔദ്യോഗിക കളക്ഷൻ റിപ്പോർട്ട് ഇന്നലെ വന്നപ്പം ആദ്യ ദിനം 7,73,00,000 രൂപ ഈ ചിത്രം നേടി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു വമ്പൻ കളക്ഷനാണല്ലേ. നമ്മൾ 2 ദിവസത്തെ കളക്ഷൻ എടുക്കുമ്പോഴും ഏകദേശം 12 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഈ ചിത്രം നേടിയെന്ന് ഫാക്നിക്കിൻ്റെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അവരുടെ റിപ്പോർട്ട് പ്രകാരം കർണാടകത്തിൽ നിന്ന് 2 ദിവസം കൊണ്ട് 43 ലക്ഷം രൂപ ഇത് കളക്ട് ചെയ്തു എന്ന് പറയുന്നു. ആന്ധ്ര തെലുങ്കാനയിൽ നിന്ന് 5 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 2 ദിവസം കൊണ്ട് 10 ലക്ഷം രൂപയും കേരളത്തിൽ നിന്ന് 5,80,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. കേരളത്തിൽ നിന്ന് 3,60,00,000 രൂപയായിരുന്നു ആദ്യ ദിനം. രണ്ടാമത്തെ ദിവസം ഇടിവ് നേരിട്ടു 2,20,00,000 എത്തുന്നു. ബിൽറ്റിൽ നിന്ന് 12 ലക്ഷം രൂപയാണ് 2 ദിവസം കൊണ്ട് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ ഗ്രോഫ് ആയിട്ട് കാണിക്കുന്നത് 6,50,00,000 രൂപയാണെങ്കിൽ ഓവർസീസ് കളക്ഷനായിട്ട് 5,50,00,000 രൂപയാണ് ഇത് 2 ദിവസത്തെ കളക്ഷനായിട്ട് ഫാക്നിക് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം പറയുന്നു. അങ്ങനെയാണ് 12 കോടി. മികച്ച കളക്ഷൻ തന്നെ. മമ്മൂട്ടിയെ ഒഴിച്ച് നമ്മൾ നിർത്തുമ്പം അതിലെ കഥാപാത്രങ്ങളെല്ലാം എടുത്ത് നോക്കുമ്പോൾ അവരുടെ കരിയറിലെ തന്നെ എനിക്ക് നമ്മൾക്ക് അർജുൻ അശോകനായാലും അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച തുടക്കമാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ പുതുമുഖ സംവിധായകൻ മികച്ച തുടക്കം തന്നെ കിട്ടി. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നത് മമ്മൂട്ടിയുടെ കഥാപാത്രം തന്നെയാണ് എന്നുള്ളത്. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് യാതൊരുവിധ ആവശ്യവുമില്ലായിരുന്നു എന്നും പലരും അഭിപ്രായപ്പെടുന്നത് നമുക്ക് മാറ്റി നിർത്താം. ഏതായാലും മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി ജൈത്രയാത്ര തുടരുന്ന ഒരു ഹിറ്റിലേക്ക് നീങ്ങും എന്ന് 100% ഉറപ്പാണ്. ആ ചിത്രത്തിൻ്റെ ശനിയാഴ്ച ദിവസത്തെ കളക്ഷനും ചാർട്ടും ഒക്കെ നമ്മൾ നോക്കുമ്പോഴും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കാണുന്നുണ്ട്. ഏകദേശം 5,000-6,000 ടിക്കറ്റോളം മണിക്കൂർ വിറ്റ് മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇടി ഇഷ്ടപ്പെടുന്നവർ, ആവശ്യത്തിന് ഇടിയുണ്ട്. ഇടി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചിത്രം. കുടുംബ പ്രേക്ഷകർ എന്തുമാത്രം ഇത് ഉൾക്കൊള്ളുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു മഹാസംഭവം തന്നെയാണ് എന്നാണ് പ്രേക്ഷകരുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം. അപ്പം ചിത്രം കണ്ടവർ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതുക. ഏതായാലും മമ്മൂട്ടിയുടെ വാൾട്ടർ എന്ന് പറയാത്ത
പറയുന്ന കഥാപാത്രം ഏറി തന്നെയാണ്. എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് നാളായിട്ടുള്ള മമ്മൂട്ടി ചിത്രങ്ങളിൽ ടെർബോ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പവർ കിട്ടുന്നില്ല എന്ന് നമ്മൾ പൊതുവേ കാണുന്നതാണ്. പക്ഷെ അത് നമ്മൾ പലപ്പോഴും തുറന്നു പറയുമ്പം അത് ഒരു മോഹൻലാൽ പ്രേമിയുടെ രോദനമാണെന്ന് പറഞ്ഞാണ് പലരും പറയുന്നത്. കാരണം പ്രായത്തിൻ്റെ ഇതൊക്കെ അദ്ദേഹത്തെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ലാലേട്ടൻ ആക്ഷൻ രംഗങ്ങളിൽ, ഡാൻസ് രംഗങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ പ്രായത്തിലും മലയാള സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്ത ആൾ തന്നെയാണ് മോഹൻലാൽ. പക്ഷെ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ റേഞ്ച് താന്നുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ആക്ഷൻ രംഗങ്ങളൊക്കെ, സ്റ്റണ്ട് രംഗങ്ങളൊക്കെ മാറ്റി നിർത്തി അഭിനയ പ്രാധാന്യമുള്ള ചിത്രങ്ങൾ അദ്ദേഹം ചൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇങ്ങനെയുള്ള കഥാപാത്രം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം വിലയിരുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.